അപ്പൊ നമുക്ക് ഈ നോൺ സൂപ്പർ സ്റ്റാർ സിനിമകളൊക്കെ വെച്ചിട്ട് നമുക്ക് ബോക്സ് ഓഫീസിൽ ഇത്രത്തോളം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2025 മാർച്ച് 28 വരുന്ന നമ്മുടെ എമ്പുരാന്റെ റേഞ്ച് എന്തായിരിക്കും എന്നുള്ളത്. സോ നമുക്ക് ഈസിലി പറയണമെന്നുണ്ടെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയുടെ മാക്സിമം ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എമ്പുരാനിലൂടെ നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്. അതിപ്പോ ഫസ്റ്റ് ഡേ ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. തമിഴിൽ കണ്ടപോലെ തന്നെ ചോര കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ മാർക്കോ എന്ന സിനിമ എല്ലാ തിയേറ്ററുകളിലും എക്സാക്ട്ലി ചോര കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയുടെ തൊട്ടു മുമ്പുള്ള വീഡിയോ മാർക്കോന്റെ ഒരു പ്രീ റിലീസ് വീഡിയോ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിനിമയ്ക്ക് എങ്ങാനും പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2024 നമ്മൾ കാണാൻ പോകുന്ന അടുത്ത മോളിവുഡിന്റെ ഒരു ബോക്സ് ഓഫീസ് റാമ്പേജ് ആയിരിക്കും എന്നുള്ളതാണ്. എക്സാക്ട്ലി സിനിമ ആ സെയിം ട്രാക്കിൽ തന്നെ വന്നിട്ടുണ്ട്. എക്സ്ട്രീംലി പോസിറ്റീവ് റിപ്പോർട്ട് കൂടി തന്നെ ഇപ്പൊ ഒരു അടിപൊളി തിയേറ്ററിക്കൽ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കോ എന്നുള്ള സിനിമ. എല്ലാ നോൺ സൂപ്പർ സ്റ്റാർ റെക്കോർഡുകളും പൊട്ടിപ്പൊളിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയ പുതിയ റെക്കോർഡുകൾ നമ്മുടെ ഉണ്ണി മോഹൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാറ്റ്സ് ഓഫ് ടു ഹനീഫ് അദേനി ആൻഡ് ഷമീർ മുഹമ്മദ്, പ്രൊഡ്യൂസറാണ്. ഒരു ബ്രേവ് അറ്റംപ്റ്റ് തന്നെയായിരുന്നു ഷമീർ മുഹമ്മദിന്റെ ഭാഗത്തുനിന്നും ഹനീഫ് അദേനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ രണ്ടുപേരുടെയും കൺവിൻസിംഗിന്റെ ഇടയിൽ ഉണ്ണി മുഹമ്മദിനും കൺവിൻസ് ആണല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെനിക്ക് ഏറ്റവും മോസ്റ്റ് ആയിട്ട് പറയാനുള്ളത് വേറൊന്നുമല്ല, ഇതെങ്ങനെ അവര് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിന്റെ നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും കാലം വളരാണ്ടിരിക്കാനുള്ള ഏറ്റവും ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സേഫ് സോൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമ വിജയിക്കണമെങ്കിൽ നമ്മളെ എല്ലാ ഇൻഡസ്ട്രിയും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഫാമിലി ഓഡിയൻസിനെ കയറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും. അതായത് ഇപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ്സിൽ വരുന്ന കോംപ്രമൈസ്. മേ ബി നമ്മളിപ്പോ ഈ ഫോറിൻ ലാംഗ്വേജിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു പച്ചയ്ക്ക് തെറി പറയും, പച്ചയ്ക്ക് എല്ലാ പരിപാടിയും കാണിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സിനിമയിലോട്ടോ അല്ലെങ്കിൽ സൗത്ത് സിനിമയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഡയലോഗ്സ്. പിന്നെ ഒരുപാടുള്ള വയലൻസ് രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് കുറെ ഇമോഷൻ, ഫാമിലി സെന്റിമെന്റ്സ് കുത്തിക്കയറ്റാറുണ്ട്, ഇമോഷൻ സീൻസ് കുത്തിക്കയറ്റാറുണ്ട്, കോമഡി വർക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഫോർമുല തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ നമുക്കതൊരു പരിധി കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ വിഷനൊക്കെ മാറി. അതായത് നമ്മൾ സിനിമ കാണുന്ന വിഷനൊക്കെ, അതായത് ഇപ്പോഴും പണ്ടത്തെ പോലെ കുറെ പേര് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. കാരണം പണ്ടത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ആ ഭാഗമൊക്കെ ഇപ്പോൾ മെല്ലെ മെല്ലെ മാറി തുടങ്ങി. ഇപ്പോഴത്തെ ഒരു ടാർഗറ്റിംഗ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. യൂത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ സീരിയസ്ലി ഇതുപോലുള്ള സിനിമകൾ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇതൊരിക്കലും ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറക്കാൻ പറ്റാത്ത തരത്തിലുള്ള സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കമ്പനി ഫ്രം ദ ബിഗിനിങ് അവർ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് വയലൻസ് മൂവി ആയിരിക്കും. അതുപോലെ തന്നെ ഇത് എന്തായാലും കിട്ടാൻ പോകുന്നത് എ സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും. എ സർട്ടിഫിക്കറ്റ് മീൻസ് എന്താ, അത് സെൻസർ ചെയ്യുന്നത് ആണെങ്കിൽ പോലും ഒരു എക്സ്ട്രീം എന്താ പറയാ, ഒരു നോർമൽ സിനിമ ആയിരിക്കില്ല എന്തായാലും. അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാ പരിപാടിയും അതിനകത്ത് ഉണ്ടാവും, ഇൻക്ലൂഡിങ് ഈ തെറി, വയലൻസ്, എല്ലാ പരിപാടിയും അതിനകത്ത് ഉണ്ടാവും. സോ നമ്മളങ്ങനെയാണ് ഈ ഒരു സിനിമയെ അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രം ദ ബിഗിനിങ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ പല സിനിമകളും, അതായത് ഫോർ എക്സാമ്പിൾ പൃഥ്വിരാജിന്റെ പണ്ടത്തെ ഒരു 9 എന്നുള്ളൊരു മൂവി ഉണ്ടായിരുന്നു, സൈഫൈ മൂവി ആയിരുന്നു. പക്ഷെ അത് ഫ്ലോപ്പായി. പക്ഷെ അതൊരു കിഡില മൂവിയാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഫ്ലോപ്പായെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടാർഗറ്റഡ് ഓഡിയൻസിന്റെ കയ്യിലല്ല എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ആ സിനിമയെക്കുറിച്ച് ആർക്കും ഒരു ധാരണ പ്രൊഡക്ഷൻ ടീമിന്റെ ഭാഗത്തുനിന്ന് അധികം കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അത് മീൻസ് അങ്ങനെ ഒരു സംഭവം, അതൊരു എക്സ്ട്രീംലി അതൊരു എന്താ ഒരു പരീക്ഷണ സിനിമയാണ്. പക്ഷെ ആ പരീക്ഷണ സിനിമ എങ്ങനെ നമ്മൾ കാണണം, കൺവേ ചെയ്യണമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആ ഒരു കാലത്ത്. പക്ഷെ ഇപ്പോൾ ആ ഒരു ജനറേഷനൊക്കെ മാറി സിനിമ എങ്ങനെ കാണണം, ഏത് രീതിയിൽ കാണുന്നുള്ള ആ ഒരു ജനറേഷനിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു ഓൾറെഡി. സോ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു രീതിയിലുള്ള പ്രൊമോഷൻ വർക്ക്സുകളും ഇതെങ്ങനെ എത്തിക്കണം എന്നുള്ളത്, ഓഡിയൻസിന്റെ കയ്യിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ള ഒരു പെർഫെക്റ്റ് വിഷൻ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ടാണ് ഇന്ന് ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മാർക്കോന്റെ കാര്യത്തിൽ എല്ലാവർക്കും പറയാനുള്ളത്. സോ ഹാറ്റ്സ് ഓഫ് ടു പ്രൊഡക്ഷൻ ടീം ആൻഡ് ഡയറക്ഷൻ ടീം. ആൻഡ് മറ്റൊരു കാര്യം എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ ഹനീഫ് അദേനി ഡയറക്ടറെ കുറിച്ച് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ ആരെ കൊണ്ടാണോ ചെയ്യിക്കേണ്ടത് അവരുടെ കയ്യിൽ തന്നെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. കാരണം പല സിനിമകളും മിസ്കാസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറെ സിനിമകളുണ്ട് വെറുപ്പിച്ച് കൈ തന്നിട്ടുള്ളത്. പക്ഷെ ഇതങ്ങനെയല്ല. ആരുടെ കയ്യിലാണോ കൊടുക്കേണ്ടത് കറക്റ്റ് ആയിട്ട് ഉണ്ണി മുകുന്ദന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് ഈ സിനിമ മാറിയിട്ടുള്ളത്.
അപ്പൊ എന്തായാലും ഈ മിഗായാലായിട്ടൊക്കെ കണക്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അതൊന്നും ഇതിനകത്തൊന്നും കാണുന്നില്ല. ക്ലൈമാക്സിൽ ഒരു പരിപാടി വരുന്നുണ്ട്, പക്ഷെ ഒന്നും ഒന്നും മനസ്സിലാവാണ്ട് പ്രൊജക്ടർ ഓഫ് ആക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ആയത്. ഓക്കെ, അതൊക്കെ പോട്ടെ, റിവ്യൂ അല്ലല്ലോ. സോ എന്തായാലും സിനിമയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിക്ക് തന്നെ തിയേറ്ററിക്കൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. എല്ലാ ക്രെഡിറ്റ്സും ഇത്, അതായത് ഈ ഒരു പ്രൊമോഷനും ഈ നല്ലൊരു റിലീസും അതുപോലൊരു പരിപാടി ഇപ്പൊ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് പ്രൊഡക്ഷൻ ടീമിനും അതിന്റെ ബാക്കി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് തന്നെയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ റോങ് ഓഡിയൻസിന്റെ കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല. മറ്റൊരു എക്സാമ്പിൾ ആണ് സൂര്യയുടെ 24 എന്നുള്ള ഒരു സിനിമ. അത് കറക്റ്റ് എത്തിച്ചേരേണ്ട ഇടത്ത് എത്തിച്ചേർന്നാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു വൻ ഹിറ്റായി മാറേണ്ട ഒരു സിനിമയായിരുന്നു. അതൊരു എന്താ പറയാ, തമിഴ്നാട്ടിലൊന്നും അത്ര രീതിക്ക് ഓടിയിട്ടുണ്ടായിരുന്നില്ല. സോ അതാണ് നമുക്ക് ഒരു ക്വാളിറ്റി സ്റ്റഫ്, ഇത്രയും പൈസ മുടക്കിയിട്ട് ഒരു ക്വാളിറ്റി സ്റ്റഫ് നമ്മളെ ഒരു ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൂലി ഇന്റർനാഷണൽ സ്റ്റഫ് തന്നെയാണ് ഈ ഒരു മാർക്കോ എന്നുള്ള ഒരു സിനിമ. സോ അതെങ്ങനെ ഏത് രീതിക്ക് ഏത് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന്റെ അടുത്ത് എത്തിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ തന്നെ ട്രാക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലെ ഹൗസ്ഫുൾ ഷോസ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാവരും വരുന്നത് യൂത്ത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെയാണ് ഫസ്റ്റ് ഡേ വന്നിട്ടുള്ളതും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലി ഓഡിയൻസിനൊന്നും ഇത് ഡൈജസ്റ്റ് ആവൂലെന്ന് തന്നെയാണ് ഞാൻ പറയണത്. അവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ആർ അവരുടെ ടേസ്റ്റ് വേറെയാണ്. അത് അവർക്കൊന്നും പറ്റിയ സിനിമ എന്തായാലും മാർക്കോ അല്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു സിനിമ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ, എന്നിട്ടും ഈ ഒരു തരത്തിൽ അവർക്ക് തിയേറ്ററിക്കൽ റണ്ണ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സിനിമയുടെ ക്വാളിറ്റിയും അവർ കൊടുത്ത പ്രൊമോഷന്റെയും എഫേർട്ടിന്റെയും റിസൾട്ട് തന്നെയാണ് ഈ ഒരു മാർക്കോന്റെ ഈ ഒരു റിസൾട്ടിന് കാരണം തന്നെ പറയുന്നത്. ഉറപ്പായിട്ടും ഇപ്പോൾ എന്തായാലും 100 കോടി കേക്ക് വാക്കാണ് മാർക്കോയ്ക്ക്. അപ്പൊ എന്തായാലും ഒരു മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു ഗോൾഡൻ എറ തന്നെയാണ് 2024. ഇനിയും 2025 ഇഷ്ടംപോലെ നല്ല നല്ല പ്രോഡക്ട്സ് വരാനുണ്ട്. അതൊക്കെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ പ്ലാനോട് കൂടി പ്രൊമോഷൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് രീതിയിൽ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ ഒരു നല്ലൊരു തിയേറ്ററിക്കൽ റണ്ണും ഒരു സക്സസും അവനെ കാത്തിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും പ്രൊമോഷൻ ചെയ്തുകൊണ്ട് മാത്രമായില്ല, പടത്തിന്റെ ക്വാളിറ്റിയും അത്രത്തോളം ഉണ്ടായാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. സോ എല്ലാ തരത്തിലുള്ള സിനിമകളും നമുക്ക് ഡൈജസ്റ്റ് ആവണം. അതാണ് ശരിക്കും ഒരു ഇൻഡസ്ട്രിയുടെ വിജയം എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ഈ കത്തി സിനിമകളും കുറെ റൊമാൻറ്റിക് സിനിമകളും കുറെ ഫാമിലി സിനിമകളും കുറെ ഈ ഒരു എന്താ പറയാ ഈ കുംബ്ലിംഗ് നൈറ്റ്സ് പോലുള്ള ആ ഒരു അത്രയും ഡീപ്പ് ലെവൽ നാച്ചുറൽ സിനിമകളും മാത്രമായിട്ട് ഒതുങ്ങി പോകാൻ പാടില്ല. ഒരു കാലത്ത് മലയാള സിനിമ എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ കുംബ്ലിംഗ് നൈറ്റ്സ് പോലുള്ള കുറെ ഫീൽ ഗുഡ് സിനിമകളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കായിരുന്നു. ഒരു ആക്ഷൻ സിനിമ കാണാൻ കൊതിച്ചൊരു കാലം ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. പക്ഷെ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം, ഇത്രയും ബോക്സ് ഓഫീസിൽ പെർഫോമൻസ് നടത്തുന്നത് സൂപ്പർ സ്റ്റാർസ് അല്ല, അതായത് മോഹൻലാലോ മമ്മൂട്ടിയോ പോലുള്ള വലിയ വലിയ സ്റ്റാർസ് അല്ല എന്ന് ആലോചിക്കണം. സോ കണ്ടന്റ് തന്നെയാണ് മെയിൻ. കണ്ടന്റും അതിന്റെ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഔട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതായത് എങ്ങനെ പ്രൊമോട്ട് ചെയ്ത് റിലീസ് ആക്കുന്നത്, അതാണ് ഒരു ടീം വർക്ക്, അതൊരു സൈക്കിളാണ്. ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് റിലീസ് ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ പാളിപ്പോവും. സോ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു 2024 ആവേശം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ഇപ്പൊ ഇത് പ്രമേയുഗം പോലുള്ള പല പടങ്ങളും വന്നിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ വിജയിച്ചിട്ടുണ്ട്. പ്രമേയുഗം ഒന്നും ഈ ലെവലൊന്നും ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തിട്ടില്ല. കാരണം അതും ഒരു എക്സ്പെരിമെന്റൽ മൂവി ആയതുകൊണ്ട് തന്നെ അത് പലർക്കും മേ ബി ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അതൊരു സൂപ്പർ സിനിമ തന്നെയാണ് എല്ലാവരും സംബന്ധിച്ച്. പക്ഷെ ഒരു ഡിസേർവ് ചെയ്യുന്ന ഒരു വലിയൊരു സക്സസ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നോൺ സൂപ്പർ സ്റ്റാർ സിനിമകളൊക്കെ വെച്ചിട്ട് നമുക്ക് ബോക്സ് ഓഫീസിൽ ഇത്രത്തോളം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2025 മാർച്ച് 28 വരുന്ന നമ്മുടെ എമ്പുരാന്റെ റേഞ്ച് എന്തായിരിക്കും എന്നുള്ളത്. സോ നമുക്ക് ഈസിലി പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയുടെ മാക്സിമം ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എമ്പുരാനിലൂടെ നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്. അതിപ്പോ ഫസ്റ്റ് ഡേ ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും. പക്ഷെ നമ്മൾ ഇത്രത്തോളം സ്കൈ ലെവൽ ഹൈപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മീൻസ് ഓർക്കണം, അത്രയും ഒരു എന്താ പറയാ ക്വാളിറ്റി കണ്ടന്റ് നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ളത്. സോ ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് ഏതൊരു സിനിമ ആണെന്നുണ്ടെങ്കിലും അത് വീണ് പോകുന്നുള്ള തന്നെയാണ്. ഇത് എമ്പുരാനെ സംബന്ധിച്ച് ഇതൊരു ലാലേട്ടന്റെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, ആ ഒരു ലൂസിഫർ എന്നുള്ള ആ ഒരു സിനിമയുടെ ഒരു ഇമ്പാക്ട് കൂടെ, അതിന്റെ ഒരു ഹൈപ്പ് കൂടെയാണ് ഇതിനകത്തേക്ക് കയറുന്നത്. പ്ലസ് ലാലേട്ടൻ എന്നുള്ള ആ ഒരു സ്റ്റാർഡം, മോഹൻലാൽ എന്നുള്ള ആ ഒരു ബിഗ് നെയിം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ഇത്രയും സ്കൈ ലെവൽ ഹൈപ്പ് കയറുന്നതിന്റെ കാരണം. സോ അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൃഥ്വിരാജിന്റെ മാക്സിമം എടുക്കുക തന്നെ വേണം. അതെന്തായാലും നമുക്ക് എന്തായാലും സമയമുണ്ട് കാണാനായിട്ട്.
മാർച്ച് 28 വരെ വെയിറ്റ് ചെയ്യണം. എന്തായാലും മാർക്കോയുടെ കാര്യത്തിൽ മാർക്കോ ഉറപ്പായിട്ടും നല്ല രീതിക്ക് തന്നെ തിയേറ്ററിക്കൽ റൺ നടത്തുന്നുണ്ട്. നല്ലൊരു സക്സസ് തന്നെ മാർക്കോനെ കാത്തിരിക്കുന്നുണ്ട്. ഇതിന്റെ ഫൈനൽ ക്ലോസ് എത്രത്തോളം ആയിരിക്കും നമുക്ക് ഇതുവരെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റിയെന്നില്ല. ഉറപ്പായിട്ട് 100 കോടി കടക്കും. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇനിയും ഇതുപോലുള്ള സിനിമകളൊക്കെ വരട്ടെ. ഈ സേഫ് സോൺ വിട്ടുള്ള പരിപാടിയൊക്കെ ഇനി എപ്പോഴോ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോഴാണ് ആൾക്കാർക്ക് ബോധം വന്ന് തുടങ്ങിയത്. എന്തായാലും സേഫ് സോൺ വിട്ട് എല്ലാവരും ഇതുപോലുള്ള നല്ല പടങ്ങൾ വരട്ടെ. വയലൻസോ എന്തോ ആയിക്കോട്ടെ, അതൊന്നും സീനേ ഇല്ല. അതൊക്കെ നമുക്ക് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. കൊടുത്ത പൈസ മുതലാവുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. സോ എന്തായാലും ഏത് ജോണറിലുള്ളതാണെങ്കിലും ശരി, നല്ല നല്ല സിനിമകൾ വരട്ടെ. അതെന്തായാലും നമ്മുടെ ഇൻഡസ്ട്രിക്കും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിക്കും ഗുണം ചെയ്യുള്ളൂ. സോ എന്തായാലും ഇതുപോലുള്ള ഡയറക്ടേഴ്സും മേക്കേഴ്സും എല്ലാവരും വരട്ടെ. സിനിമ ഇൻഡസ്ട്രി തന്നെ വേറൊരു ലെവലിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്താണ്. ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.